ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, ഇൻഫാമിൻ്റെ നാഷണൽ ചെയർമാൻ ആദരണീയനായ തോമസ് മറ്റമുണ്ടയിലച്ച, കത്തീഡ്രൽ പള്ളിയുടെ വികാരി കൂടിയായ ബഹുമാനപ്പെട്ട കുര്യൻ താമരശ്ശേരി അച്ച, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പി എ ഷമീർ, ഇൻഫാമിൻ്റെ കേരള നോർത്തേൺ റീജിയൻ്റെ ഡയറക്ടർ റവറൻ ഫാദർ ജോസ് പെന്നാപറമ്പിൽ, പ്രൊഫസർ സാലിക്കുട്ടി തോമസ്, മറ്റ് ആദരണീയരായ വ്യക്തിത്വങ്ങളെ, പ്രിയ കർഷക സുഹൃത്തുക്കളെ, കനവും നിനവും എന്ന പേരിൽ ഇൻഫാമിൻ്റെ ഈ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ലീഡേഴ്സ് മീറ്റിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വലിയ അനുഗ്രഹവും ഭാഗ്യവുമായി ഞാൻ കരുതുന്നു. ഞാൻ വിചാരിക്കുന്നു ഈ കർഷകര് നമ്മുടെ തോമസ് മറ്റമുണ്ടയിൽ അച്ഛൻ വന്ന ശേഷമാണ്, വടക്കേമുറിയച്ഛന് ശേഷം ഈ ഇൻഫാം ഇത്രയും ശക്തവും ഭദ്രവുമായ ഒരു നേതൃത്വത്തിന് കീഴിലായത്. കേരളത്തിലുടനീളം ഇൻഫാമിൻ്റെ പ്രവർത്തനങ്ങളെ വളർത്തിയെടുക്കുന്നതിന് അച്ഛൻ നടത്തുന്ന അശ്രാന്ത പരിശ്രമങ്ങളെ ഞങ്ങൾ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും എല്ലാ ഭാവുകങ്ങളും നേരുകയും ചെയ്യുകയാണ്. അച്ഛൻ വിളിക്കുന്ന മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. കാരണം അച്ഛൻ വരുന്നവരെയെല്ലാം അത്രമേൽ ഹൃദ്യമായി ആതിഥ്യത്തോടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ ഒരുപാട് കർഷക സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിലും ഇങ്ങനൊരു AC ഓഡിറ്റോറിയത്തിൽ ഒരു കർഷക സമ്മേളനം കാണുന്നത് ആദ്യമായിട്ടാണ്. പാവം കർഷകനെന്നും വെയിലുകൊണ്ട് നാൽക്കവലകളിൽ മാത്രമേ സമ്മേളനം നടത്തി ശീലമുള്ളൂ. പക്ഷേ ഇവിടെ കർഷകർ വളരെ അവരർഹിക്കുന്ന ആദരവിൽ, ഔന്നത്യത്തിൽ അവരുടെ നേതൃത്വം സമ്മേളനം നടത്തുന്നു എന്നുള്ളതും അത് മറ്റമുണ്ടയിലച്ഛൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെയും ക്രാന്തദർശനത്തിൻ്റെയും അനന്തരഫലമാണ് എന്ന് ഞാൻ തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. വെറുതെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുക, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ കർഷകനില്ലാതെ ഈ നാടിന് ജീവിക്കാനാവില്ല. കാരണം സാങ്കേതിക വിദ്യകൾ എത്ര കണ്ട് ശക്തമായി വളർന്നാലും, ഏത് ഔന്നത്യങ്ങളിലെത്തിയാലും മനുഷ്യന് ഭക്ഷണം കൂടാതെ ജീവിക്കാനാവില്ല. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ അതിൻ്റെ പരകോടിയിലെത്തിയാലും നമുക്കാർക്കും ഒരു ഉച്ചയൂണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഉച്ചയൂണിൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷേ ആ ഊണ് ക്രമീകരിക്കപ്പെടണമെങ്കിൽ അതിന് പിന്നിൽ ഒരു 100 കർഷകന്റെ വിയർപ്പും കണ്ണുനീരും സ്വപ്നങ്ങളും നിനവും കനവും ചേരേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഭാരതത്തിന്റെ ആദരണീയനായ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞത്, ഈ രാജ്യം നിലനിൽക്കാൻ 2 കൂട്ടര് മതി. ഒന്ന്, ഭക്ഷണം തരാൻ കഴിവുള്ള കർഷകൻ. 2, സംരക്ഷണം തരാൻ കഴിവുള്ള പട്ടാളം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ആപ്തവാക്യം ജയ് ജവാൻ ജയ് കിസാൻ. ഈ 2 പേരും ഉണ്ടേല് ഈ രാജ്യം ഭംഗിയായി മുന്നോട്ട് പോകുമെന്ന് ആ മനുഷ്യൻ കണ്ടെത്തിയത്, പ്രിയപ്പെട്ടവരെ, അതൊരു ദർശനമാണ്. എന്നാൽ ഇന്ന് കർഷകരെ അവഗണിക്കുകയാണ് എല്ലാ മേഖലകളിലും. കേരള സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ 82% അവർ ചെലവഴിക്കുന്നത് പെൻഷൻ കൊടുക്കാൻ, ശമ്പളം കൊടുക്കാൻ, അത് തികയാതെ വരുമ്പോൾ കടം മേടിക്കാൻ,
ഇത് ഈ സർക്കാരിനെ ഉദ്ദേശിച്ച് മാത്രം പറയുന്നല്ല. അതുകൊണ്ട് ചീഫ് വിപ്പ് സാറ് അതിനെക്കുറിച്ച് വിഷമം വിചാരിക്കരുത്. എല്ലാ സർക്കാരിൻ്റെയും സ്വഭാവം അതാണ്. ശമ്പളം കൊടുക്കാൻ പണം തികയുന്നില്ല, അതുകൊണ്ട് ഓടിയെടുക്കുന്നു, ലോകബാങ്കിൽ പോകുന്നു, സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് പോകുന്നു, എല്ലാം ചെയ്യും. സർക്കാരുകൾക്ക് ഇന്ന് ഉത്തരവാദിത്വം ഗവൺമെന്റ് ജീവനക്കാരോട് മാത്രമാണ്. അതായത് ജനസംഖ്യയുടെ 2% പോലും വരാത്ത ഒരു വിഭാഗത്തെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടിയാണ് സർക്കാരുകൾ ഇവിടെ സർവാത്മന പരിശ്രമിക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ, പ്രിയപ്പെട്ട കർഷകരെ, നമ്മൾ തിരിച്ചറിയണം, ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് മാസാമാസം ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രമായി ഒരു സർക്കാർ ആവശ്യമില്ല എന്നും, ഇവിടുത്തെ സാമാന്യ ജനത്തിന്റെ സങ്കടങ്ങളോട് സംവദിക്കുന്ന സർക്കാരിനെ പ്രസക്തിയുള്ളൂ എന്നും പറയാൻ ഇൻഫാമിന് മുൻപോട്ട് വരേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. തെരഞ്ഞെടുത്തെടുത്തപ്പോൾ ഞാൻ രാഷ്ട്രീയം പറഞ്ഞതാണ് എന്നാരും വിചാരിക്കേണ്ട. ഏത് രാഷ്ട്രീയവുമായിക്കോട്ടെ, കക്ഷി രാഷ്ട്രീയമില്ലാതെ കർഷക പക്ഷത്ത് നിൽക്കുന്നവരുടെ ഒപ്പം നിൽക്കാൻ കർഷകൻ തയ്യാറാണ്. കാരണം കർഷകന്റെ വേദന അറിയുന്നവൻ മനുഷ്യത്വമുള്ളവനാണ്. കർഷകനെ മനസ്സിലാക്കാത്തവന് മനുഷ്യത്വമില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. ഈ അടുത്ത കാലത്ത് ഞാനൊരു വാർത്ത വായിക്കുകയുണ്ടായി. നേരാണ് എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. നമ്മുടെ ജയിലുകളിലെ ശമ്പളം അല്ലെ ദിവസവേതനം 620 രൂപ. സ്കിൽഡ് ലേബർ, ഇച്ചിരി കഴിവ് കുറഞ്ഞ ജോലിയാണ് 560 രൂപ. തൊഴിലുറപ്പ് പദ്ധതിക്ക് എത്രയാണ് കൂലി എന്ന് നിങ്ങൾ ആലോചിച്ചു. മനുഷ്യരെ ചുമ്മാ പ്രലോഭിപ്പിക്കുകയാണ് ഈ കൃഷിയൊക്കെ നിർത്തിയിട്ട് ഈ പണിക്ക് പോകാൻ വേണ്ടി. ഇത് ശരിയായ ഒരു രീതിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതായത് രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന കർഷകന് അവൻ എങ്ങനെ ജീവിക്കുന്നുവെന്ന് ഇവിടെ ആർക്കും അറിയേണ്ട കാര്യമില്ല. അതേസമയം 5-8 എണ്ണത്തിനെ വെടിവെച്ചും ഇല്ലാതാക്കിയ മനുഷ്യനെ പോറ്റുന്നതിൽ സർക്കാർ കാണിക്കുന്ന ശുഷ്കാന്തി ഈ പാവപ്പെട്ട കർഷകന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം ഈ കർഷകൻ അസംഘടിതനാണ്. കർഷകനെ സംഘടിപ്പിക്കുക ബുദ്ധിമുട്ടാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് വിപ്പ് പറയുകയുണ്ടായി. ശരിയാണ്, കർഷകനെ സംഘടിപ്പിക്കുക. കാരണം അവൻ ഈ സമരത്തിനൊന്നും പോയാൽ അവൻ്റെ വീട്ടിൽ കഞ്ഞികൂടി നടക്കുകയാണ്. അവൻ്റെ പിള്ളേര് കഞ്ഞി കുടിക്കണമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ അവൻ പണിക്ക് പോയേ പറ്റുള്ളൂ എന്നത് കർഷകനറിയാം. അതുകൊണ്ട് കർഷകർ എന്നും അസംഘടിതരായി നിൽക്കുമെന്ന് സത്യം ഇവിടുത്തെ സർക്കാരുകൾ, അത് കേന്ദ്രത്തിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ ഇപ്പോഴുള്ള സർക്കാരായിക്കോട്ടെ മുൻ സർക്കാരുകളായിക്കോട്ടെ, എല്ലാവരുടെയും ചിന്ത കർഷകനോട് എന്തുമാവാം, ഏതനീതിയും കർഷകൻ സഹിച്ചുകൊള്ളും എന്നുള്ളതാണ് സങ്കടകരമായ സത്യം. കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളില് കേന്ദ്ര സർക്കാർ 14 ലക്ഷം കോടി രൂപ കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടമായി എഴുതി തള്ളി എന്ന് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട കർഷകരെ, നാം വാഴ വെക്കാനും അതുപോലെ ഇഞ്ചി നടാനും റബ്ബർ നടാനും വേണ്ടി എടുത്ത ലോണ് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ നമ്മുടെ പൊങ്ങായിക്ക് കുത്തിപ്പിടിച്ച് ചോദിക്കുകയും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നമ്മുടെ വീടടച്ച് അതിന്റെ മുമ്പിൽ ജപ്തി നോട്ടീസ് വന്നിച്ച് നമ്മുടെ കുടുംബങ്ങളിലെ മക്കളെ അടക്കം സ്ത്രീകളെ അടക്കം വഴിയാധാരമാക്കാനും ഇവിടുത്തെ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് ധൈര്യം വരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കർഷകനോട് എന്തുമാവാം എന്നൊരു തോന്നല് ഇവിടെ പലർക്കുമുണ്ട്. ഈ 14 ലക്ഷം കോടി രൂപയൊന്നും വേണ്ട, ഒരു 2000 കോടി രൂപയുണ്ട് എങ്കിൽ ഇവിടുത്തെ ചെറുകിട കർഷകരുടെ മുഴുവനും ലോണ്
എഴുതിത്തള്ളാവുന്ന സാഹചര്യമുണ്ടായിട്ട് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരുകളോ ഇത്തരം മേഖലകളെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. കർഷകന്റെ പലിശ ഇളവിനെ കുറിച്ച് സംസാരിച്ചാൽ നമ്മളെന്തോ വലിയ അശ്ലീലം പറഞ്ഞ മട്ടിലാണ് ഭരണകൂടങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് സങ്കടകരമായ സത്യമാണ്. അതുകൊണ്ട് കർഷകന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഇൻഫാം ഉണ്ട് എന്ന് നാം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ ഭരണകൂടങ്ങളെ. അപ്രകാരം ഒരു ബോധ്യപ്പെടുത്തലിന്റെ തുടക്കമാണ് ഈ സിൽവർ ജൂബിലി ആഘോഷം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട മറ്റമുണ്ടയിൽ അച്ഛൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു വലിയ ശബ്ദം കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും വ്യാപിച്ച് കർഷകരെ ഒരു വിചാരത്തോടെ ഒരു വികാരത്തോടെ തങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കടബാധ്യതകൾ മാത്രമല്ല, വന്യമൃഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയവനാണ് കർഷകൻ. കർഷകൻ ആരെയും കബളിപ്പിക്കാൻ വേണ്ടിയല്ല ലോൺ എടുത്തിട്ട് കടമടയ്ക്കാതിരുന്നത്. അവൻ ലോൺ എടുത്ത് നട്ട 5000-ഉം 10,000-ഉം ഏത്തവാഴകള് അത് ഒരു രാത്രിയിൽ ആനക്കൂട്ടമിറങ്ങി നശിപ്പിച്ചു കളഞ്ഞു. അതല്ലെങ്കിൽ കാട്ടുപന്നി വന്ന് സർവ്വതും നാനാവിധമാക്കി കളഞ്ഞു. കർഷകൻ എവിടെ നിന്നാണ് ഈ ലോൺ അടയ്ക്കുക? ഈ ലോൺ അടയ്ക്കാൻ അവന് കഴിയാതെ പോയതിന്റെ ഉത്തരവാദി ആരാണ്? വന്യമൃഗങ്ങളെ വനാതിർത്തിക്കുള്ളിൽ ഒതുക്കി നിർത്തുന്നതിൽ പരാജയപ്പെട്ട സർക്കാരല്ലേ? ഈ സർക്കാരിന് ഈ പാവപ്പെട്ട കർഷകനെ ഈ ഗതികേടിലേക്ക് തള്ളിവിട്ടതില് ഉത്തരവാദിത്വം ഇല്ല എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? അതുകൊണ്ടാണ് ഞാൻ പറയുക, ഈ കടബാധ്യതകള് അടച്ചു വീട്ടാനാവാത്ത വിധം കടബാധ്യത കൊണ്ട് നടുവൊടിയുന്ന കർഷകന് സഹായഹസ്തം നീട്ടുക എന്നത് സർക്കാരിന്റെ കടമയാണ്. കാരണം സർക്കാരിൽ പാലിക്കേണ്ട വന്യമൃഗങ്ങൾ ഞങ്ങളുടെ കൃഷിഭൂമി നശിപ്പിച്ചതാണ് ഈ ദുരന്തത്തിന് കാരണം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതാണേലും ഇൻഫാം ഉൾപ്പെടെയുള്ള കർഷക പ്രസ്ഥാനങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും കേരള സർക്കാർ ഈ അടുത്ത കാലത്ത് പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷവും നന്ദിയുമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങളുടെ സന്തോഷം ചീഫ് വിപ്പിന് അറിയിക്കാവുന്നതാണ്. തീർച്ചയായും അത് നല്ല കാര്യം, അത് നടപ്പിലാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. പക്ഷേ കാരണം അത് കേന്ദ്ര സർക്കാരിന്റെ വകുപ്പിൽപ്പെട്ടതാണ്. പക്ഷേ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമം എന്തുമാകട്ടെ, ഇവിടുത്തെ കർഷകനെ ദ്രോഹിക്കാതിരിക്കാനുള്ള ഉത്തരവ് ഈ വനപാലകർക്ക് കൊടുക്കാൻ സാധിക്കും. കാട്ടുപന്നി എന്നൊന്നും അതിനെ ഓമന പേരിട്ട് വിളിക്കരുത്. അത് ജമ്മത്ത് കാട് കണ്ടിട്ടില്ല. റിസർവ് ഫോറസ്റ്റ് കാണാത്തതാണ് ഇന്നാട്ടിലെ കാട്ടുപന്നികളില് ഒരു 90%. വനാതിർത്തിയിൽ നിന്ന് 50-60 കിലോമീറ്റർ അകലെയുള്ള കൃഷിഭൂമിയിൽ വന്ന് പെറ്റുപെരുകുന്ന ഈ കാട്ടുപന്നികള് കാട്ടുപന്നിയാണോ? ആണോ ചേട്ടന്മാരെ? അല്ല. നിങ്ങൾ എന്ത് ഇതുവരെ തിരിച്ചറിയാത്തത്? കാട്ടുപന്നി അല്ല എങ്കിൽ ആ പന്നികൾ ഏതാണ്? നമ്മുടെ പറമ്പിൽ വളരുന്ന പന്നികൾ ആരുടേതാണ്? നമ്മുടേതാണ്, അല്ലേ? അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട് പാടി പഠിപ്പിച്ചത്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാണ് പൈങ്കിളിയെ. ഞങ്ങളുടെ പറമ്പിൽ വളരും പന്നികളെല്ലാം ഞങ്ങളുടേതാണ് സർക്കാര്. അതുകൊണ്ട് ഇനിമേൽ നമ്മുടെ പറമ്പിൽ കാണുന്ന ഒരൊറ്റ പന്നിയെയും നമ്മൾ എങ്ങോട്ടേക്കും വിടേണ്ടതില്ല. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളൂ. കാരണം പ്രിയപ്പെട്ടവരെ, ഇത് കർഷകൻ അവന്റെ മക്കളുടെ ജീവന് വില കൊടുക്കുന്നുവെങ്കിൽ, അവന്റെ കൃഷിഭൂമിയിലെ അധ്വാനത്തിന് വില കൊടുക്കണമെങ്കിൽ വേറെ ആരും നമ്മളെ സംരക്ഷിക്കാൻ വരില്ല.
നമ്മൾ തന്നെ ഈ വന്യമൃഗങ്ങളെ നേരിട്ടേ പറ്റുള്ളൂ. നമ്മൾ തന്നെ നമ്മുടെ കൃഷിഭൂമികളെ സംരക്ഷിച്ചേ പറ്റുകയുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് കർഷകൻ വളരണം. അതുകൊണ്ട് ഈ പുതിയ നിയമത്തിലുണ്ട് ഈ കാട്ടുപന്നി, ബൈബിളിലെ പുതിയ നിയമമല്ല, ഈ വന്യജീവിയുടെ പുതിയ നിയമത്തിലുണ്ട് ഇങ്ങനൊരു വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ഉപദ്രവകാരികളായ കൃഷിഭൂമി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കർഷകർക്ക് അവകാശമുണ്ട്. പക്ഷെ അതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കാൻ പറ്റും ഒരു കാട്ടുപന്നി വന്നാൽ. അപ്പോൾ തൽക്കാലം നമ്മൾ തന്നെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ കൃഷിഭൂമിയിലെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ സ്വീകരിക്കുക. അങ്ങനെയൊക്കെ ഇത് പരിഹരിച്ചെടുക്കാൻ പറ്റൂ. ഞങ്ങൾ മലബാറിൽ അങ്ങനെ കുറെ പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തു തുടങ്ങുക. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ കാട്ടുപന്നിയെ പിടിച്ചെന്നും പറഞ്ഞ് നിങ്ങൾ ആരുടെയും പുറകെ പോകണ്ടെന്ന് വനപാലകരോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും. നമ്മുടെ വനം മന്ത്രി സമ്മതിക്കുകയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ മുഖ്യമന്ത്രി അത്രയും സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുഖ്യമന്ത്രി ഒരു കാര്യവും കൂടെ പറഞ്ഞു, ഈ പന്നിയുടെ ഇറച്ചിയിൽ മണ്ണെണ്ണയാണോ വെളിച്ചെണ്ണയാണോ ഒഴിച്ചത് എന്ന് മണത്ത് നോക്കാനും നിങ്ങൾ പോകേണ്ടതില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതെണ്ണ ഒഴിക്കണ്ടേന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ കർഷകർ ഉണർന്നെഴുന്നേൽക്കാതെ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയും. നമ്മുടെ പൂർവികന്മാര് ഈ ഹൈറേഞ്ചിലേക്ക് കുടിയേറിയവര്, മലബാറിലേക്ക് കുടിയേറിയവര് ഈ കാട്ടുപന്നിയെയും കാട്ടാനെയൊന്നും കണ്ട് വരണ്ടുപോയവരല്ല. അതിനോട് പോരാടി ജീവിച്ച ഒരു പൂർവികന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ എങ്കിൽ ഇതൊന്നും കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് വന്യജീവിയെയും നേരിടാൻ പോരുന്ന ആർജവത്വം ഈ ഇൻഫാമിന്റെ നേതൃനിരയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്രകാരം വെടിവെക്കാൻ അറിയാവുന്ന നമ്മുടെ തോക്ക് ലൈസൻസ് ഉള്ള 10-15 പേരെ കൂട്ടി എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും അവരവരുടെ വാർഡുകളിൽ ഒരു വേട്ട നടത്തും. അവിടെ കാടുകളക്കി വേട്ട നടത്തി. അങ്ങനെ നടത്തിയ പലയിടത്തും ഒറ്റ ദിവസം തന്നെ 120-140 പന്നികളെ വരെയും വെടിവെച്ച് വന്ന് നിരത്തിയിട്ട് ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. 140 എണ്ണത്തിനെ ഫോട്ടോയ്ക്ക് മുമ്പിൽ കാണിച്ചാല് അല്ലാതെ എത്ര പന്നികൾ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്കെല്ലാവർക്കും പറ്റുന്ന കാര്യം. പണ്ടൊരു അമ്മായിമ്മ പറഞ്ഞതുപോലെ, എൻ്റെ മോൻ അതിനൊന്നും പോകണ്ട, അതെല്ലാം ആൺപിള്ളേർക്കുള്ളതാ, എൻ്റെ മോൻ അതിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആകരുത്. നമ്മൾ സംഘടിച്ചു നിന്നാൽ ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. അതുപോലെ പ്രിയപ്പെട്ടവരെ, സർക്കാർ മനുഷ്യരുടെ സന്താന നിയന്ത്രണം, ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടി എന്തുമാത്രം പദ്ധതികളാണ് ഉണ്ടാക്കി. ഈ വന്യമൃഗങ്ങള് അവയ്ക്ക് സന്താന നിയന്ത്രണത്തിന് എന്ത് വഴിയാണുള്ളത്? സകലമാന മൃഗങ്ങളും ക്രമാതീതമായി പെറ്റുപെരുകിയിരിക്കും. വയനാട് റിസർവ് ഫോറസ്റ്റിൽ കടുവകൾക്ക് നിന്ന് തിരിയാൻ ഇടയില്ലാത്തത് കൊണ്ട് അതുങ്ങൾ ഈ കാട്ടുപന്നിയല്ല ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതിന്റെ കാരണം തന്നെ അവിടെ മുഴുവൻ കടുവായും പുലിയും കയറും. കാട്ടുപന്നികൾ പ്രാണരക്ഷാർത്ഥം വന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രാണൻ അപകടത്തിലായി എന്നുള്ളത് സത്യം. ഏതാണെങ്കിലും ഈ വന്യമൃഗങ്ങൾ വനങ്ങളിൽ ക്രമാതീതമായി പെറ്റുപെരുകുന്ന ഈ സാഹചര്യം, അതിനെ ശാസ്ത്രീയമായി സർക്കാർ പഠിക്കേണ്ടതുണ്ട്. പഠിച്ച ശേഷം നിശ്ചിത എണ്ണത്തിൽ കൂടുതലുള്ള മൃഗങ്ങളെ നിശ്ചിത കാലത്ത് വെടിവെച്ച് കൊന്നുകളയുന്ന, അതിൻ്റെ മാംസം മാർക്കറ്റിൽ ലഭ്യമാക്കുന്ന ഒരു സംവിധാനമുണ്ട്. കള്ളിങ് എന്നാണ് അത്തരം സംവിധാനത്തിന് വിദേശ രാജ്യങ്ങളിൽ പറയുന്നത്. കാട്ടുപോത്തുകളുടെ എണ്ണം ക്രമാതീതമായി പെരുകിയപ്പോൾ അരിസോണയില് 12,000 കാട്ടുപോത്തുകളെ വെടിവെച്ചു കൊന്ന് അതിൻ്റെ മാംസം മാർക്കറ്റിൽ വിറ്റു എന്നാണ് സർക്കാർ പറയുന്നത്.
സർക്കാർ, അമേരിക്കൻ സർക്കാർ ചെയ്ത്. അത് ട്രംപ് വെളിവില്ലാതെ ചെയ്തതാണെന്നൊന്നും തെറ്റിദ്ധരിക്കും. ട്രംപൊക്കെ വരുന്നതിന് മുമ്പാണ്. വിവരമുള്ള സർക്കാർ ചെയ്തതാ. സ്വന്തം ജനതയെ കുറിച്ച് കരുതലുള്ള സർക്കാർ ചെയ്തതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ മനുഷ്യനും ഈ മണ്ണിൽ ജീവിക്കണമെന്ന്, വന്യമൃഗങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ പോരാ, ആ ഗതികേട് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഗൗരവമായ വിചിന്തനം നടത്താൻ സർക്കാരുകൾ നിർബന്ധിതരാകത്തക്ക വിധത്തിൽ കർഷകന്റെ സംഘാത ശബ്ദം ഇവിടെ ഉയരേണ്ടതുണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോകള് മുന്നണികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇൻഫാമിന് ഒരേ ഒരു കാര്യമേ മുന്നണികളോട് പറയാനുള്ളൂ. ഞങ്ങൾ കർഷകരുടെ സങ്കടങ്ങൾക്ക് എന്തുത്തരം നിങ്ങൾ പറയും, നിങ്ങളുടെ കർമ്മപദ്ധതിയിൽ ആവിഷ്കരിക്കും എന്നറിഞ്ഞല്ലാതെ ഞങ്ങളുടെ വോട്ട് ഫിക്സഡ് ബാങ്ക് ആയിട്ട് ഒരു മുന്നണിയും കരുതേണ്ടതില്ല എന്ന് പറയാനുള്ള ആർജവത്വം പ്രിയപ്പെട്ട കർഷകരെ നാം നേടിയെടുക്കേണ്ടതുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഈ കർഷകന്റെ സങ്കടങ്ങള്, അവന്റെ ഉൽപാദന വസ്തുക്കൾക്ക് വിലയില്ലാതായി തീരുന്ന ഗതികേട്. കേരള സർക്കാർ പറഞ്ഞു ഞങ്ങൾ 200 രൂപ വരെയും റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ റബ്ബറിന്റെ വില എത്രയാണ്? ഇന്ന് എത്രയാണ് വില ചേട്ടാ? 200, 190, 196. അതായത് സർക്കാരിന്റെ ബുദ്ധി, ഇത്രയും ബുദ്ധിമാന്മാരായ സർക്കാർ കേരളത്തിൽ ഭരിച്ചിട്ടില്ലെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം എന്താന്ന് ചോദിച്ചാൽ 200 രൂപ വില വരുമ്പോൾ 200 രൂപ ഈ സർക്കാരിന്റെ താങ്ങുവില. ഇത് താങ്ങുവിലയല്ല. ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് സാറ് പറയണം, മുഖ്യമന്ത്രിയോട് നല്ല കാര്യം പറയുന്നതോട് ഇത് ഇങ്ങനെ ഒരു കുറ്റം പറഞ്ഞെന്നോട് പറയണം. അതായത് ഇത് താങ്ങുവിലയല്ല, ഇത് ഞങ്ങൾക്കിട്ട് ഒരു താങ്ങലാണ്. വാസ്തവത്തില് ഇത് ശരിയായ രീതിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയല്ല താങ്ങുവിലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ റബ്ബറിന് 300 രൂപ തരണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കർഷകര് മാത്രം എന്നെ പിന്തുണച്ചു. നാട്ടിലെ രാഷ്ട്രീയക്കാര് മുഴുവനും എന്നെ ക്യൂ നിന്ന് തെറി വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ പറയുന്നു, ഈ റബ്ബറിന് 300 രൂപ എങ്കിലും കിട്ടിയില്ല എങ്കിൽ റബ്ബർ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് കർഷകരെ നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. വസ്തുക്കളുടെ വില നിർണയിക്കുന്നതിന് സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. മഹാനായ ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം, നമുക്കറിയാം. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഉൽപാദന ചെലവിന്റെ ഇരട്ടി വാസ്തവത്തിൽ കർഷകന് കിട്ടിയെങ്കിൽ മാത്രമേ അവന് ആ കൃഷി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. വാസ്തവത്തിൽ ആ ചെലവ് വെച്ച് നോക്കിയാൽ റബ്ബറിന് എത്ര രൂപ കിട്ടണമെന്ന് ശാസ്ത്രീയമായി പഠിച്ച് ആ മൂല്യം നിശ്ചയിക്കുമ്പോഴാണ് അത് കർഷകന് സഹായകമായ താങ്ങുവിലയായി മാറുന്നത്. അല്ലാത്തതെല്ലാം വെറും താങ്ങലുകൾ മാത്രമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഉത്തരവാദപ്പെട്ട നേതാക്കളെ നമ്മൾ അറിയിക്കണം. അത് ഇൻഫാമിന്റെ ഇത്തരത്തിലുള്ള സംഘാതമായ നീക്കങ്ങളിലൂടെ നടക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിന്റെ ഭൂപ്രകൃതി പരിശോധിക്കുമ്പോൾ മലനാടുണ്ട്, ഇടനാടുണ്ട്, തീരപ്രദേശമുണ്ട്. ഇതിൽ കൃഷിക്ക് പറ്റിയ ഭൂമിയുള്ളത് ഇടനാടിൽ മാത്രമാണ്. ഈ ഇടനാട്ടിലെ കൃഷിഭൂമിയാണ് രാജാക്കന്മാര് അന്നത്തെ വലിയ വലിയ ആളുകൾക്കെല്ലാം പതിച്ചു കൊടുത്തു. വിശിഷ്യ സവർണ വിഭാഗത്തിനെല്ലാം പതിച്ചു കൊടുത്ത ഭൂമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേവലം ജാതി മാത്രം ആധാരമാക്കിയെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് ഈ സമൂഹത്തിലെ സ്വാധീനമുള്ളവർക്കെല്ലാം കിട്ടിയത് ഈ ഇടനാടാണ്.
അത് കൃഷിക്ക് പ്രത്യേകിച്ച് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കൂടാതെ കൃഷി ചെയ്യാവുന്ന ഇടനാടാണ്. നമ്മൾ താമസിക്കുന്ന ഈ മലനാട് അത് കൃഷിക്ക് ഒട്ടും പറ്റിയ ഭൂമിയല്ല. പക്ഷേ ഈ ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി അധ്വാനിച്ചാല് മലനാട്ടിൽ കൃഷി ചെയ്യുന്നവന് ഇടനാട്ടുകാരന്റെ പകുതിയെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതി പഠിച്ചിട്ടുള്ളവർക്കറിയാം. തീരപ്രദേശങ്ങളിലേക്ക് കുറെ മനുഷ്യര് ഒതുക്കി നീർത്തപ്പെട്ടു, കുറെ പേര് മലയോരങ്ങളിലേക്ക് തള്ളി നീക്കപ്പെട്ടു. അപ്രകാരം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമെന്ന് കേരളത്തിൽ പറയേണ്ടത് ഏതെങ്കിലും ജാതി അടിസ്ഥാനത്തിലല്ല. ഇനിമേൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവര് എന്ന് ആ പേരിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ പറയാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് ഇന്നാട്ടിലെ അവഗണിക്കപ്പെട്ട മലയോര കർഷകരും അവരുടെ സങ്കടങ്ങളും വേദനകളുമാണ്. അതുപോലെ തന്നെ ഈ തീരദേശത്തെ മത്സ്യബന്ധനം ഉപജീവനമാക്കിയ സാധാരണ മനുഷ്യരുടെ സങ്കടങ്ങള്, അവര് കേരളത്തിന്റെ പാർശ്വങ്ങളിലേക്ക് തള്ളി നീക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഉപജീവനത്തിന് ഇരുഗതിയിൽ കണ്ടെത്താൻ കഴിയാത്തവരുമാണ് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുതയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് വളരെ സുന്ദരമായൊരു കൂടിവരവാണ്. ഒരു ഹോള് നിറഞ്ഞ് കർഷകർ ഇങ്ങനെ കഴുത്തിൽ ടാഗൊക്കെ ഇട്ട് വളരെ ഗമയിലിരിക്കുന്നത് കാണുന്നത് എനിക്കൊരു ജന്മസാഫല്യമാണ്. വാസ്തവത്തിൽ കർഷകരെ ഇങ്ങനെ കാണണം എന്ന് വളരെയേറെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്നും കർഷകരോട് പ്രസംഗിക്കാൻ പോകുമ്പോൾ വേർത്തു കുളിച്ച് മുദ്രാവാക്യം വിളിച്ച് തളർന്നു വന്ന് നടുറോഡി കുത്തിയിരിക്കുന്ന മനുഷ്യരോട് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ മറ്റമുണ്ടി അച്ഛന്റെ നേതൃത്വത്തിൽ ഇൻഫാം എന്തെങ്കിലും ചെയ്യും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പാണ് എൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയുടെ ഒപ്പം നിൽക്കാൻ പ്രിയപ്പെട്ട കർഷകരെ നമുക്കൊരു മനസ്സോടെ മുന്നോട്ട് പോകാം. നമ്മുടെ ഉൽപാദന വസ്തുക്കൾക്ക് മൂല്യവർദ്ധിത വസ്തുക്കളാക്കി രൂപാന്തരം വരുത്താതെ വിൽക്കാതിരിക്കണം. എങ്കിലേ കർഷകൻ രക്ഷപ്പെടുകയുള്ളൂ. ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു വാഴക്കൊല, ഒരു വാഴ നട്ട് കൊലയായി മൂത്ത് വെട്ടിയെടുക്കണമെങ്കിൽ എത്ര മാസം വേണം? ആയിട്ടിരുന്നാൽ പോരെ, ഉത്തരം പറയണം. എത്ര മാസം വേണം? 10 മാസം അധ്വാനിച്ച്. ഞാൻ വിചാരിച്ചു ഇവിടെ നേരത്തെ കൊലയ്ക്കുമെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചത്. ഇവിടെയും 10 മാസം എടുക്കും അല്ലേ? അപ്പോൾ ഈ 10 മാസം വേണം ഈ വാഴ കൃഷി. അതായത് 10 മാസം എന്ന് പറഞ്ഞാൽ 300 ദിവസത്തിലധികം ഈ കർഷകൻ എല്ലാ ദിവസവും ഇതിൻ്റെ ചൂട് നിരങ്ങിയാണ് ഈ വാഴയെ കൊലപ്പിച്ച് സംരക്ഷിച്ച് കാറ്റത്തൊടിഞ്ഞു പോകാതെ, പക്ഷി വന്ന് കൊത്തി തിന്നാതെ, കാട്ടുപന്നി കയറാതെ, മക്കളെ വളർത്തുന്നതിനേക്കാളും കരുതലോടെ വളർത്തിയാൽ വാഴക്കൊല വെട്ടാനുണ്ടാവുള്ളൂ നമുക്കറിയാം. ആ കൊലയ്ക്ക് കിലോയ്ക്ക് എത്ര രൂപ കിട്ടും? നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവർ. അതായത് നല്ല വില ഉണ്ടേ പോലും ഒരു കൊലയിൽ നിന്ന് അധ്വാനം കഴിഞ്ഞാൽ കർഷകന് ഒരു 25 രൂപ ലാഭം കിട്ടിയെന്നിരിക്കും. അതേസമയം ഈ വാഴക്കൊല നമ്മുടെ അടുത്തുനിന്ന് മേടിച്ച് ലോറിയിലേക്ക് കയറ്റി വയ്ക്കുന്ന വ്യാപാരിക്ക് ആ ഒരൊറ്റ കൊലയിൽ നിന്ന് ചുരുങ്ങിയത് 250 രൂപ ലാഭം. അത് കൊണ്ടുപോയി പൊടിച്ച് ബേബി ഫുഡാക്കി മാറ്റുന്ന വ്യവസായിക്ക് കിട്ടുന്ന എത്രയാണ്? ഒരു വാഴക്കൊലയിൽ നിന്ന് കിട്ടുന്നത് 5000 രൂപ ലാഭം കിട്ടും. ഈ 5000 രൂപയുടെ അവകാശി നമ്മളാണ് എന്ന് തിരിച്ചറിയും. വാസ്തവത്തിൽ നമ്മൾ തെരുവിലിറങ്ങി സമരവും ബഹളവും ചെയ്യുന്നതിന് പകരം നമുക്ക് സംഘാതമായി നിന്നാല് നമുക്ക് തന്നെ നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റാൻ കഴിയും.
കാഞ്ഞിരപ്പള്ളി രൂപതയാണ് കേരളത്തിൽ അതിന് ഏറ്റവും ആദ്യമായി മാതൃകാപരമായി നേതൃത്വം വഹിച്ചത് എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ആ മാതൃക കുറേശ്ശെയൊക്കെ പിന്തുടരാനുള്ള പരിശ്രമങ്ങൾ ഇപ്പൊ എല്ലാ രൂപതയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, സർക്കാരിൻ്റെ അടുത്ത് നിലവിളിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നം തീരില്ല. നമ്മുടെ കപ്പ നമ്മളും പിള്ളേരും തിന്നുക, ബാക്കിയുള്ളതിനെ മൂല്യവർദ്ധിത വസ്തുവാക്കിയേ ഇനി വിപണി കൊടുക്കുകയുള്ളൂ. ചുമ്മാ കൊണ്ടുപോയി വഴിയോരത്ത് വെച്ച് വേണോ വേണോ ഇത് കറുത്തു പോകും, ദയവ് ചെയ്ത് മേടിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് അവസാനം അതും ചെലവാകാതെ വരുമ്പോൾ അവൻ വിളിക്കും, പിതാവേ ഒരു 50 കിണ്ടൽ കപ്പയുണ്ട്, ഞാൻ എന്നാ ചെയ്യേണ്ടത്? ഞാൻ അരമനയിലോട്ട് കൊണ്ടുവന്നിട്ട് എന്നെ കണ്ടാൽ അങ്ങനെ തിന്നുന്നയാളാണെന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കും ചേട്ടന്മാർ എന്നെ വിളിച്ച് പലപ്പോഴും ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ എനിക്ക് സങ്കടമുണ്ട്. പാവം കർഷകൻ അവനൊരു വിപണി കണ്ടെത്താൻ വേണ്ടി നക്ഷത്രം എണ്ണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെയാണ് നമ്മുടെ സംഘാതമായ പ്രവർത്തനങ്ങൾ കർഷകന് താങ്ങായി മാറേണ്ടത് എന്ന സത്യം ഓർക്കുക. സർക്കാരും കർഷകരും ഒരു മനസ്സോട് നിന്നാൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് തക്ക ഒരു അവബോധത്തിലേക്ക് കർഷക സമൂഹത്തെ വളർത്താൻ ഇൻഫാമിന്റെ പ്രവർത്തനങ്ങൾ കാരണമാകുന്നുണ്ട് എന്നുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ നിരാശപ്പെടരുത്. ഒരു വെയിലത്തും നമ്മൾ തളരില്ല, ഒരു മഴയത്തും നമ്മൾ കുതിർന്നു പോകില്ല, ഒരു പെരുവെള്ളത്തിലും നമ്മൾ ഒഴുകിപ്പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആരൊച്ചയെടുത്താലും പിൻവാങ്ങാനും നമ്മൾ തയ്യാറല്ല എന്ന നിർബന്ധ ബുദ്ധിയുടെ നിലപാടുകൾ നമുക്ക് കൈമോശം വരാതിരിക്കാൻ പരസ്പരം കൈകോർക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജയ് ജവാൻ, ജയ് കിസാൻ.